ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാലക് ദോശ ഉണ്ടാക്കിയാലോ. ഇതിനു മുമ്പ് ഞാൻ ചീര ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി അത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ പെറ്റൽസ് ഓഫ് ടീന. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു 3-4 വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി 2-2.5 കൈപ്പിടി പാലക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത പാലക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ദോശമാവ് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള ദോശമാവാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിലും കൂടുതൽ പേർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടാൻ മറക്കരുത്. ഞാൻ എപ്പോഴും ദോശയ്ക്കും ഇഡ്ലിക്കും മാവ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് റാഗി പൗഡർ കൂടി അതിലിടാറുണ്ട്. അറിയാലോ, കോറ പറഞ്ഞാൽ തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള സാധനമാണെന്ന്. അതുമാത്രമല്ല എല്ല് ബലം കൂട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കോറ ഡയറക്റ്റായി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ദോശക്കല്ലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഒരു സൈഡ് വെന്ത ശേഷം നമുക്കിത് മറിച്ചിടാം. അങ്ങനെ നമ്മളുടെ പാലക് ദോശ, ക്രിസ്പി ആയിട്ടുള്ള പാലക് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചമ്മന്തിയും ചട്നിയും ഒക്കെ കൂടി നമുക്ക് കഴിക്കാം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയറും ചെയ്യണേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. നിങ്ങൾ എൻ്റെ ചാനലിലത്തെ വേറെ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്